നമസ്കാരം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബേസിക് വീഡിയോ ആണ്. എന്താണ് ഫോറക്സ് മാർക്കറ്റ്, എന്താണ് ഫോറക്സ് പെയർ? അപ്പം അത് കുറെ ബിഗിനേഴ്സ് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അവർക്ക് പലർക്കും ഞാൻ യൂട്യൂബിൽ പോയി റെഫറൻസ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ചാനൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം തുടക്കം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം ഒരുപാട് പേര് അഡ്വാൻസ് ലെവൽ പഠിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പൊ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കമന്റ് ഇടുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇത് എന്തിനാണ് പറയുന്നത്? ഡിസപ്പോയിന്റഡ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വഴി കൂടെയാണ് പഠിച്ചു കയറി വന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കാം, പല ക്ലാസ് ആയിരിക്കാം, റെക്കോർഡ് ക്ലാസ് ആയിരിക്കാം. അതൊക്കെ കിട്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഈ ഒരു ലെവൽ എത്തിയതും എക്സ്പീരിയൻസ് ആയതും. അപ്പം അതുപോലും കിട്ടാതെ ഒരു ബിഗിനർക്ക് എവിടെ ഇത് സെർച്ച് ചെയ്യണം, എന്ത് അടിക്കണം, എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന്റെ റിസൾട്ട് കിട്ടണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാനും ആ വഴി കൂടെ വന്നവനാണ്, അതുകൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗിനർ എന്നുള്ള രീതിക്കുള്ള എല്ലാ വീഡിയോസും കറക്റ്റായി ചെയ്തു വരുന്നത്. അപ്പം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്താക്കുക, ആ വീഡിയോ കണ്ട് പഠിക്കാം. ഇനി അഡ്വാൻസ് ലെവലാണ്, അഡ്വാൻസ് ലെവൽ മാത്രം വേണ്ടവരാണെങ്കിൽ ഈ വീഡിയോ ഒന്നും കണ്ട് അവർ സ്കിപ്പ് ചെയ്തോളൂ. അവർക്ക് എന്താക്കുക, അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള കോഴ്സുകൾക്കോ കാര്യങ്ങൾക്കൊക്കെ പോവാം. പക്ഷെ ഇത് ഞാൻ പറയുന്നു, പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി, അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, അഡ്വാൻസ് ലെവൽ വീഡിയോസിലോട്ട് ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പൊ പറയാനുള്ളത്, എന്താണ് ഒരു ഫോറക്സ് മാർക്കറ്റ്, എന്താണ് ഒരു ഇന്ത്യൻ മാർക്കറ്റ്? ഇതിന്റെ ഡിഫറൻസ് ആണ് പലർക്കും അറിയാത്തത്. പലരും ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് അറിയേണ്ട കാര്യം ഇതാണ്, എന്താണ് ഫോറക്സ് മാർക്കറ്റ്, അവിടെ എന്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അല്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് കമ്പനികളുടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഇന്ത്യൻ മാർക്കറ്റിൽ. അതേപോലെ നമുക്ക് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ചെയ്യാം. ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളതും വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് പോയിട്ട് കണ്ട് റെഫറൻസ് എടുക്കാം. അതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് ഫോറക്സ് മാർക്കറ്റിൽ എന്താണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കറൻസി പെയേഴ്സ് ആണ്. എന്താണ് കറൻസി പെയർ? രാജ്യങ്ങളുടെ കറൻസികൾ അത് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാണ് ഫോറക്സ് മാർക്കറ്റ്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വേൾഡ് വൈഡ്. ഒരു രാജ്യത്തിന്റെ മാത്രം ട്രേഡ് അല്ല അവിടെ നടക്കുന്നത്. പല രാജ്യങ്ങളുടെ കറൻസികൾ അത് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഫോറക്സ് മാർക്കറ്റ്. അപ്പൊ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മൾ അവിടെ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നില്ല. അവിടെ പകരം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് രാജ്യങ്ങളുടെ കറൻസിയാണ്. അപ്പൊ രാജ്യങ്ങളുടെ കറൻസി നമ്മൾ പോയി ട്രേഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, രാജ്യങ്ങളാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നത്. വെച്ചാൽ രാജ്യങ്ങളുടെ കറൻസിയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നത്. അവിടെ നമ്മളൊരു റീറ്റെയിൽ ആളായിട്ട് പോയിട്ട് ട്രേഡ് ചെയ്യുകയാണ് ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യുന്നത്. അപ്പം കറൻസി എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ? ഇപ്പൊ ഇന്ത്യയുടെ കറൻസി എന്താ? INR. അപ്പൊ USD എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് കറൻസീസ് ഉണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം? അത് ഓരോ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ കറൻസികളാണ്. അപ്പം അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്സ് ഓഫ് കറൻസി പെയർസ്. കറൻസി പെയർസ് 3 ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ട്രേഡ് ചെയ്യാൻ വേണ്ടി 3 ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കറൻസി പെയർസിന് നമ്മൾ പറയുന്നതാണ് മേജർ കറൻസി പെയർ. മേജർ കറൻസി പെയർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ടൈപ്പ് ഓഫ് കറൻസിയാണ് മേജർ കറൻസി പെയർസിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ്, ഈ ടൈപ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ബേസ് ആൻഡ് കോട്ട്. അത് ഓർത്ത് വെച്ചോ, അത് ഇതിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ബേസ് ആൻഡ് കോട്ട്. അപ്പൊ ബേസ് ആൻഡ് കോട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ 3 ടൈപ്സ് ഓഫ് കറൻസി പെയർ ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കറൻസി പെയറിന്റെ പേര് മേജർ കറൻസി പെയർ. എന്താണ് മേജർ കറൻസി പെയർ? മേജർ കറൻസി പെയർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ 8 പെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8 രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് USD. ഒന്ന്. കുറച്ച് ഫോണ്ട് വലുതാക്കാം. സോറി, വലുതാക്കാന്ന് പറഞ്ഞ് ചെറുതാക്കി. ഓക്കെ, 8 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് USD, 2 EUR. ഇത് ഓരോ കൺട്രികളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഓരോ കറൻസി പെയർ. JPY, ജപ്പാനീസ് yen എന്ന് പറയും. ദെൻ GBP, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് എന്ന് പറയും. ദെൻ AUD, ഓസ്ട്രേലിയൻ. ദെൻ CAD, കനേഡിയൻ ഡോളേഴ്സ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കറൻസി പെയർസിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് 8 ടൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് മേജർ കറൻസി പെയർ. ഈ മേജർ കറൻസി പെയറിലാണ് ഏറ്റവും കൂടുതൽ
ട്രേഡ് നടക്കുന്നത്. അതിന്റെ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. അടുത്തത് NZD, NZD, then CZF, സ്വിസ് ഫ്രാങ്ക്സ്. ഓക്കെ, അപ്പം ഈ 8 ടൈപ്പ് ഓഫ് കറൻസി പെയർ ആണ് മേജർ കറൻസി പെയർ എന്ന് പറയുന്നത്. ഇത് ഓരോ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കറൻസി പെയർസ് ആണ്. അപ്പം ഇവരാണ് മേജർ ആയിട്ടുള്ള 8 ആൾക്കാർ. 3, 6, 2, 8 ആൾക്കാർ. Then അടുത്തതാണ്, അപ്പം മേജർ കറൻസി പെയർസിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ബേസ് ആൻഡ് കോട്ട്. ബേസ് ആൻഡ് കോട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിന്റെ കറൻസി പെയർ എത്രയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യത്തിന്റെ കറൻസി പെയർ എന്ന് വെച്ചാൽ ഇത്രയും സിമ്പിൾ ഉള്ളൂ. ഇപ്പൊ 8 ഉണ്ട്, ഈ 8 അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നു പറയുന്നു. മീൻസ് ഇപ്പം USD EUR എന്ന് വെച്ചാൽ USD-യും EUR-ഉം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നതിനെയാണ് USD EUR എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് രാജ്യങ്ങളുടെ കറൻസി പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നതിനെയാണ് USD EUR എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. USD EUR എന്ന് പറഞ്ഞാൽ ഒരു USD എത്ര യൂറോ, അതാണ് അതിനെ മനസ്സിലാക്കേണ്ട കാര്യം, അതാണ് അതിനെ പറയുന്നത്. ഇനി അടുത്തത് USD JPY, അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു USD എത്ര JPY. ഇനി അതേപോലെ ഇപ്പൊ USD എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒരു നിർബന്ധമില്ല. GBP USD ഇങ്ങനെ നടക്കാം അല്ലെ. അപ്പം ഒരു GBP എന്ന് പറയുന്നത് എത്ര USD ആണ്, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതിന് ബേസ് ആൻഡ് കോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യത്തിന്റെ കറൻസിനെ വിളിക്കുന്ന പേര് ബേസ്, ആൻഡ് സെക്കൻഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യത്തിന്റെ കറൻസിനെ വിളിക്കുന്ന പേര് കോട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു USD എത്ര യൂറോ, അപ്പം ബേസ് എന്തായിരിക്കും? USD, ആൻഡ് കോട്ട് എന്തായിരിക്കും? യൂറോ. മനസ്സിലായോ? അപ്പം GBP USD-യിലെ ബേസ് ആൻഡ് കോട്ട് എന്തായിരിക്കും? ഫസ്റ്റത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കറൻസിയുടെ പേര് GBP, ആൻഡ് സെക്കൻഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കറൻസിയുടെ പേര് കോട്ട്, അത് USD. അപ്പൊ GBP USD എന്ന് പറഞ്ഞാൽ ഒരു GBP എത്ര USD എന്ന് വെച്ചാൽ ഒരു GBP വാങ്ങാൻ എത്ര USD നമുക്ക് വേണം. ഇവിടെ ഒരു USD വാങ്ങാൻ എത്ര യൂറോ നമുക്ക് വേണം. ഇവിടെ ഒരു USD വാങ്ങാൻ എത്ര JPY നമുക്ക് വേണം. ഇതാണ് ഓരോ രാജ്യത്തിന്റെ കറൻസികളുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബേസ് ആൻഡ് കോട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മേജർ കറൻസി പെയറിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് USD പെയർ. USD പെയർ ആണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് പെയർ എന്ന് പറയുന്നത്. അപ്പം 89% ഓഫ് ട്രേഡും നടക്കുന്നത് ഈ USD പെയർ സെൻട്രലൈസ്ഡ് ആക്കി വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഈ USD പെയർ ആണ് ബാക്കി പെയറുകളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ, ഒരു USD എത്ര INR. അപ്പം USD വെച്ചിട്ടാണ് എല്ലാ രാജ്യത്തിന്റെയും പൈസയുടെ മൂല്യം അളക്കുന്നത്. അതുകൊണ്ട് USD പെയർ എന്ന് പറഞ്ഞ ഒരു വേൾഡ് വൈഡ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന സെൻട്രലൈസ്ഡ് പെയർ ആണ്. അപ്പം ഈ USD പെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു മേജർ കറൻസി പെയർ ആയിട്ട് കണക്കാക്കാൻ പറ്റൂ. അപ്പൊ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? എയ്തർ ബേസിലോ കോട്ടിലോ USD പെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു മേജർ കറൻസി പെയർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ USD JPY, ഇതൊരു മേജർ കറൻസി പെയർ ആണോ? യെസ്. റീസൺ എന്താ? ബേസിലോ കോട്ടിലോ USD വേണം നിർബന്ധമാണ്. ഇപ്പൊ ബേസിൽ ഇവിടെ എന്തുണ്ട്? USD ഉണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ മേജർ കറൻസി പെയർ. അങ്ങനെയാണെങ്കിൽ AUD GBP, ഇതൊരു മേജർ കറൻസി പെയർ ആണോ? അല്ല. റീസൺ എന്താ? ബേസിലോ കോട്ടിലോ USD ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? ബേസ് ഇവിടെ ഉണ്ട്, കോട്ട് ഇവിടെ ഉണ്ട്. ബേസിൽ എന്താ ഉള്ള? AUD, കോട്ടിൽ എന്താ ഉള്ള? GBP. അതുകൊണ്ട് ഇതൊരു മേജർ കറൻസി പെയർ ആണോ? നോ. അതുകൊണ്ട് ഇതൊരു മേജർ കറൻസി പെയർ അല്ല. അടുത്ത മേജർ കറൻസി പെയർ ഏതായിരിക്കും? എന്ത് വേണം, നമുക്ക് ഇതിൽ ഏത് വേണം എടുക്കാം. പക്ഷേ ഇത് ബേസിലോ കോട്ടിൽ എന്ത് വേണം? USD വേണമെന്ന് മാത്രം. CZF ആൻഡ് USD, ഇതൊരു മേജർ കറൻസി പെയർ ആണോ? അതെ. കാരണം എന്താ? ഇതില് ബേസിലോ കോട്ടിലോ USD ഉണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കൺസിഡർ ആസ് എ മേജർ കറൻസി പെയർ. അപ്പൊ ഇതൊരു മേജർ കറൻസി പെയർ ആണ്. അപ്പം മേജർ കറൻസി പെയർ വേണമെങ്കിൽ എന്ത് വേണം? ബേസിലോ കോട്ടിലോ നമുക്ക് എന്ത് വേണം? USD വേണം. കാരണം USD എന്തുകൊണ്ട് വേണം എന്നുള്ള റീസൺ ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പം ഇതാണ് മേജർ കറൻസി പെയർ. അടുത്തത് മൈനർ കറൻസി പെയർ. മൈനർ കറൻസി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
USD ഇല്ലാത്ത, ബേസിലോ കോട്ടിലോ USD ഇല്ലാത്ത ബാക്കി 8 മേജർ കറൻസി പെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസികളെ വിളിക്കുന്ന പേരാണ് മൈനർ കറൻസി പെയർ. അപ്പം ബേസിലോ കോട്ടിലോ USD ഉണ്ടെങ്കിൽ അത് മേജർ കറൻസി പെയർ ആണ്. ബേസിലോ കോട്ടിലോ USD ഇല്ലെങ്കിൽ അത് എന്ത് കറൻസി പെയർ ആയിരിക്കും? ഇറ്റ് വിൽ കൺസിഡർ ആസ് എ മൈനർ കറൻസി പെയർ. ഇപ്പം അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യിപ്പിക്കാം അല്ലെ. GBP USD പാടുമോ? USD ഉണ്ടെങ്കിൽ അത് എന്ത് കറൻസി പെയർ ആയിരിക്കും? നോ, ഇറ്റ് വിൽ കൺസിഡർ ആസ് എ മേജർ കറൻസി പെയർ. GBP AUD, അപ്പൊ ഇത് എന്ത് കറൻസി പെയർ ആയിരിക്കും? ഇതൊരു മൈനർ കറൻസി പെയർ ആയിരിക്കും. കാരണം എന്താ? ബേസിലോ കോട്ടിലോ ആരില്ല? USD ഇല്ല. അടുത്തത് ZF and CAD, കനേഡിയൻ ഡോളർ. അപ്പൊ ഇതൊരു മേജർ കറൻസി പെയർ ആണോ? അല്ല. ഇതൊരു മൈനർ കറൻസി പെയർ ആണോ? ആണ്. കാരണം എന്താ? ബേസിലോ കോട്ടിലോ ആരില്ല? USD ഇല്ല. അടുത്തത് AUD then NZD. ഇതൊരു മേജർ കറൻസി പെയർ ആണോ? അല്ല. കാരണം ഇതിന് ബേസിലോ കോട്ടിലോ ആരില്ല? USD പെയർ ഇല്ല. അതുകൊണ്ട് ഇതൊരു മൈനർ കറൻസി പെയർ. ഇനി ഒരു ടൈപ്പ് ഓഫ് പെയറും കൂടി ഉണ്ട്. അതിന് എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറയും. എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറഞ്ഞാൽ എമേർജിംഗ് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയും. നമ്മളെ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ്. എന്ന് വെച്ചാൽ വികസിത രാജ്യമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. കറക്റ്റ് അല്ലേ? അതേപോലെ സിംഗപ്പൂർ എന്ന് പറയുന്നത് വികസിത രാജ്യമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം എക്സോട്ടിക് കറൻസി പെയറിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒരു മേജർ കറൻസി പെയറിന്റെ പെയറും ഒരു വികസിക്കാൻ പോകുന്ന കൺട്രി എന്ന് വെച്ചാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് കൺട്രിയുടെ പെയറും തമ്മിലുള്ള ട്രേഡിംഗിനെയാണ് എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറയുക. അപ്പം ഇവിടെ എന്തായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുക? ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് അല്ല, ഡെവലപ്പിംഗ് കൺട്രി ഏതായിരിക്കും? INR കൂട്ട, INR USD എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മേജർ കറൻസി പെയർ നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നതിന്റെ പേരാണ് എക്സോട്ടിക് കറൻസി പെയർ. അതേപോലെ നമുക്ക് INR SGD എന്ന് പറയാം. SGD സിംഗപ്പൂരിന്റെ നമുക്ക് കണക്കാം. കാരണം INR എന്ന് വെച്ചാൽ USD തന്നെ വേണമെന്ന് നിർബന്ധമില്ല. USD ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സൈഡിൽ എന്ത് വേണം? ഒരു ഡെവലപ്പിംഗ് കൺട്രി വേണം. ഇവിടെ രണ്ട് ഡെവലപ്പിംഗ് കൺട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ഒരു മേജർ കറൻസി പെയറും അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഏത് വൺ സൈഡിൽ ആര് വേണം? ഡെവലപ്പിംഗ് കൺട്രി ഉണ്ടായിരിക്കണം. അതിന്റെ വിളിക്കുന്ന പേരാണ് എക്സോട്ടിക് കറൻസി പെയർ. ഓക്കെ, അപ്പം എക്സോട്ടിക് കറൻസി പെയർ, മൈനർ കറൻസി പെയർ ആൻഡ് മേജർ കറൻസി പെയർ. ഇതിൽ ഏതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്? ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ട്രേഡ് ചെയ്യപ്പെട്ട കറൻസി പെയർ എന്ന് പറഞ്ഞാൽ മേജർ കറൻസി പെയർ ആണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ മേജർ കറൻസി പെയറിലായിരിക്കും സ്പ്രെഡ് ഏറ്റവും കൂടുതൽ, കമ്മീഷൻ ഏറ്റവും കുറവും ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് സ്പ്രെഡും ആൻഡ് കമ്മീഷൻ ഉണ്ടാവുന്നത് മേജർ കറൻസി പെയറിലായിരിക്കും. അവിടെയാണ് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. എന്താണ് സ്പ്രെഡ് എന്നൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അത് അറിയാത്തവർ പോയി കാണാം. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് 100 രൂപയിൽ ഒരു സാധനം വാങ്ങണമെങ്കിൽ നമുക്കത് കിട്ടാൻ പോകുന്നത് 120 രൂപയിലായിരിക്കും. ഈ 120 രൂപയിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 20 രൂപ നഷ്ടമാണ്. പിന്നെയും പ്രൈസ് മേലോട്ട് പോയാൽ നമുക്ക് ലാഭം ഉണ്ടാവും. അപ്പൊ ആ 20 രൂപ നഷ്ടം ആര് പിടിക്കുന്നതാണ്? ബ്രോക്കേഴ്സ്. അവരുടെ കമ്മീഷനും സ്പ്രെഡും ആഡ് ചെയ്ത് പിടിക്കുന്നതിന്റെ പേരാണ് ഈ പറഞ്ഞ സ്പ്രെഡ്. അപ്പം അത് ഏറ്റവും കുറവ് മേജറിലായിരിക്കും. അപ്പൊ നമുക്ക് 100-ൽ വാങ്ങാൻ പോയാൽ ചിലപ്പോൾ 102-ൽ കിട്ടും. അപ്പൊ നമുക്ക് എത്ര രൂപയെ നഷ്ടമുള്ളൂ? 2 രൂപ. അപ്പം മേജർ കറൻസി പെയറിലാണ് ഏറ്റവും കുറവ് സ്പ്രെഡ് ആൻഡ് കമ്മീഷൻ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ മേജറിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റിയും വോളിയം ഉള്ളത് മേജർ കറൻസി പെയറിലാണ്. എന്തുകൊണ്ടാ? ഏറ്റവും ട്രില്യൺസ് ഓഫ് ആൾക്കാർ ട്രേഡ് ചെയ്യപ്പെടുന്നത് മേജർ ആയിട്ടുള്ള കറൻസി പെയറിലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മേജർ ആയിട്ടുള്ള കറൻസി പെയറിലാണ്. സോ 100-ൽ വാങ്ങേണ്ടത് 102-ൽ കിട്ടിയ 2 രൂപ നഷ്ടമുള്ളത് മേജർ കറൻസി പെയർ. ഇനി മൈനറിലോട്ട് പോയാൽ നമുക്ക് ചിലപ്പം 100-ന് വാങ്ങേണ്ടത് 125 അല്ലെ 130 ആയിരിക്കും കിട്ടുക. 25 രൂപ അവിടെ നഷ്ടമാണ്. പിന്നെയും മേലോട്ട് പോയാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇതിന്റെ ലോജിക്ക് മനസ്സിലായോ? 100 രൂപയ്ക്ക് വാങ്ങി ഓരോ രൂപ മേലെ പോയാൽ നമുക്ക് ലാഭം കിട്ടേണ്ടതാണ് അല്ലെ? പക്ഷേ നമ്മളിവിടെ 100 രൂപയ്ക്ക് വാങ്ങി 125-ലാണ് നമ്മുടെ ബൈ പ്ലേസ് ആയത്. അപ്പൊ 25 രൂപ നമുക്ക് അവിടെ നഷ്ടം വന്നു. പിന്നെയും പ്രൈസ് മേലോട്ട് 26, 27 പോയാലേ 1, 2, 3, 4 എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മേജർ കറൻസി പെയർ വേണം ചൂസ് ചെയ്യാൻ. മൈനർ കറൻസി പെയറിൽ സ്പ്രെഡ് ഉണ്ടാവും, പക്ഷെ ഇതിലും ട്രേഡ് ചെയ്യാം. പക്ഷെ സ്പ്രെഡ് ആൻഡ് കമ്മീഷൻ ഇവിടെ കൂടുതലായിരിക്കും. ഇനി എക്സോട്ടിക് കറൻസി പെയറിന്റെ പ്രശ്നം എന്തായിരിക്കും? വളരെ ഹ്യൂജ് സ്പ്രെഡ് ആൻഡ് കമ്മീഷൻ ആയിരിക്കും. 100-ൽ വാങ്ങാൻ പോയാൽ നമുക്ക് ചിലപ്പോൾ 150-ലായിരിക്കും കിട്ടുക. അപ്പൊ 50 രൂപ അവിടെ നഷ്ടം കഴിഞ്ഞ് പിന്നെ ഓരോ രൂപ മേലോട്ട് പോകുമ്പോഴേ നമുക്ക് അവിടെ ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താ? ഈ രണ്ടെണ്ണം നമുക്ക്
പഠിച്ചു വെക്കാം, പക്ഷെ അൺവാണ്ടഡ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്കിത് ഇന്ത്യൻ മാർക്കറ്റിൽ സെറോദയിലൊക്കെ യൂസ് ചെയ്യാം, INR USD നമുക്ക് കയ്യിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പ്രെഡ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. നമ്മളപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് മേജർ ആയിട്ടുള്ള കറൻസി പെയർ ആണ്. ട്രേഡിംഗ് വ്യൂവിൽ സംഭവം സെർച്ച് ചെയ്യാം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന അറിയാം. അതേപോലെ ഇവിടെ ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ എനിക്കൊരു മേജർ കറൻസി പേരാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, യൂറോ USD എന്ന് വെച്ചാൽ ഏത് വൺ സൈഡിൽ USD വരുന്ന മേജർ കറൻസി പേരാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ സെർച്ച് ചെയ്യേണ്ട EUR/USD. അപ്പൊ യൂറോ USDന്റെ ഒരുപാട് പേഴ്സ് ചാർട്ട് ഇവിടെ കാണാം. പക്ഷെ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ. ഇതിൽ ഡാറ്റ ഡിഫറെന്റ് ഡാറ്റ ഉണ്ടാവും. അതിൽ ഡിഫറെന്റ് ഡാറ്റ ഏത് ചൂസ് ചെയ്യണം? ഓൺലൈൻ ഉണ്ടാവും, forex.com ഉണ്ടാവും, FXCM ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ബ്രോക്കറിന്റെ ചാർട്ടുമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഡാറ്റയും സെയിം ആയിട്ട് കാണപ്പെടുന്ന ഡാറ്റ ഏതാണോ അത് വേണം നിങ്ങൾ എടുക്കാൻ. ഞാൻ പേഴ്സണലി പണ്ട് മുതലേ ചൂസ് ചെയ്ത് വന്നത് ഓൺഡേ ആയിരുന്നു. അത് മാറ്റി റീപ്ലേസ് ആയി ഞാനിപ്പോൾ forex.com ആണ് യൂസ് ചെയ്യുക. അപ്പം ഇവിടെ ഞാൻ forex.com ടിക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ പ്ലസ് കാണാത്തത്. അല്ലാതെ എന്ത് ചെയ്യുക, ഓൺഡേ ആണ് വേണമെങ്കിൽ പ്ലസ് അത് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ യൂറോ USDന്റെ ചാർട്ട് ഇവിടെ വരും കണ്ടോ. അപ്പം ഇതിൽ വേണം നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യാനും വരച്ച് കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ. ഓക്കെ, അതേപോലെ വേറെ പേരാണ് വേണ്ടത്. എനിക്കിപ്പം NZD അല്ലെങ്കിൽ USD ആണെങ്കിൽ അത് അതിന്റെ ചാർട്ട് കാണാം. ഡാറ്റ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ നിങ്ങളോട് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ കാണും. ഇങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തിലൊക്കെ ട്രേഡ് ചെയ്യാം, എന്തൊക്കെ ആപ്പ് യൂസ് ചെയ്യാം, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ വേറെ ആയിട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് എന്താണ് ഒരു ഫോറക്സ് മാർക്കറ്റ്, അതിൽ എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, കമന്റിൽ ചോദിക്കുക, അല്ലാത്തവർ ഡിസ്കോഡ് ചോദിക്കുക. ഇനി ഇത് അറിയുന്നവരാണ് ദയവ് ചെയ്ത് ആദ്യം കാണാൻ നിൽക്കുന്നത്, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അറിയാത്തായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.